നമ്മൾ ഇന്ന് പുതിയൊരു കോഴ്സാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് മൈക്രോ പ്രോസസർ ആണ് 8085. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. നമ്മളുടെ 8085 പ്രോസസർ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ 8085 പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയുന്ന സമയത്ത് തന്നെ മൈക്രോ പ്രോസസർ ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാവരും മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അത് ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മൈക്രോവേവ് ഓവൻ അതൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം ആണ്. സോ മൈക്രോ പ്രോസസർ എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമുക്ക് രണ്ട് ടേംസ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ഒന്ന് മൈക്രോ രണ്ടാമത്തേത് നമ്മളുടെ പ്രോസസർ ആണ് വരിക. സോ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? what മീൻ ബൈ മൈക്രോ? മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ അല്ലെ. സ്മോൾ അല്ലെ. സാധാരണ നമ്മൾ 10⁻⁻⁶ അത്രയും സൈസിലുള്ള ഇതാണ് നമ്മൾ മൈക്രോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോസസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, പ്രോസസർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു പ്രോസസ് സംതിങ്. എന്തെങ്കിലും കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ പ്രോസസർ എന്ന് പറയുന്നത് അല്ലെ. സോ ടു പ്രോസസ് സം ഡാറ്റ, എന്തെങ്കിലും ഡാറ്റാസിനെ പ്രോസസ് ചെയ്യും. അപ്പൊ മൈക്രോ പ്രോസസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്മോൾ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രോസസ് ഡാറ്റ. ഇവിടെ നമ്മുടെ ഡാറ്റ എന്ത് തരത്തിലുള്ള ഡാറ്റ ആയിരിക്കും? നമ്മൾ ഇവിടെ മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാം. സോ ഹിയർ ദ ഡാറ്റ ഈസ് ഇൻ ദ ഫോം ഓഫ് ബൈനറി. ബൈനറി നമുക്ക് അറിയാം അല്ലെ. എന്താണ് ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സീറോയുടെയും വണ്ണിന്റെയും ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇൻ ദ ഫോം ഓഫ് ബൈനറി മീൻസ് സീറോസ് ആൻഡ് വൺസ്. നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ നമ്മൾ 0 to 9 യൂസ് ചെയ്യുന്ന പോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ സീറോയും വണ്ണും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുക. അത് നമ്പേഴ്സ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എന്ത് ടൈപ്പ് ഇൻപുട്ട് നമ്മൾ ഈ പ്രോസസറിലേക്ക് കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ബൈനറി ആയിരിക്കും. ഓക്കെ. സോ മൈക്രോ പ്രോസസർ ഈസ് എ സ്മോൾ ഡിവൈസ് which is used to process binary data പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് മൈക്രോ പ്രോസസറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, മൈക്രോ പ്രോസസർ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എ മൈക്രോ പ്രോസസർ ഈസ് ദ ബ്രെയിൻ ഓഫ് എ മൈക്രോ കമ്പ്യൂട്ടർ. ഇപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്മളുടെ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് ആവട്ടെ, നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, മൊബൈൽ യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസർ ആണ്. ഓക്കെ. ആ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു സിംഗിൾ, നിങ്ങൾ ലാബുകളിൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഒരു സിംഗിൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഈ മൈക്രോ പ്രോസസർ. അങ്ങനെ ഒരു IC ആണ് മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത്. നമ്മൾ ഇത് ഷോർട്ടായിട്ട് MUP എന്നൊക്കെയാണ് പറയാ, മൈക്രോ പ്രോസസർ. ഓക്കെ. പിന്നെ ഈ ഒരു സിസ്റ്റം, നമ്മളിപ്പോ ഒരു സിസ്റ്റം എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളുടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അങ്ങനെ എടുക്കാം. അപ്പൊ ആ കമ്പ്യൂട്ടറിൽ ഒരു മൈക്രോ പ്രോസസർ ഉണ്ടാകും. ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദിസ് ഡിവൈസ് അല്ലെ. ഇനി ഇതിനോട് കമ്പ്യൂട്ടറിനോട് നമ്മൾ എന്തൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ കീബോർഡ് കണക്ട് ചെയ്യുന്നുണ്ട്. കീബോർഡ് കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ മോണിറ്റർ ഉണ്ടാകും. മോണിറ്റർ കണക്ട് ചെയ്യുന്നുണ്ടാകും. പിന്നെയും കുറെ ഡിവൈസുകൾ ഉണ്ടാകും. എന്താ? നമ്മള് പിന്നെ ക്യാമറ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രിന്റർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റർ കണക്ട് ചെയ്യാൻ പറ്റും. സ്കാനർ, അങ്ങനെ നമുക്ക് പല ഡിവൈസുകളും നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം അല്ലെ. ഇനി വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്ന ഡാറ്റയൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. സോ അനദർ ഇമ്പോർട്ടന്റ് പാർട്ട് ഈസ് മെമ്മറി ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഈ മെമ്മറിയിൽ തന്നെ നമുക്ക്
ഡാറ്റാസ് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം ചിലപ്പോൾ കമ്പ്യൂട്ടറിന് നമുക്ക് ഡാറ്റ മെമ്മറി എന്ന് പറയുന്ന പോർഷൻ ഉണ്ടാകാം, പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്ന പോർഷൻ ഉണ്ടാകാം. ഞാനിവിടെ കോമൺ ആയിട്ട് മെമ്മറി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കീബോർഡ് ആണെങ്കിൽ കീബോർഡിൽ നിന്ന് മൈക്രോ പ്രോസസറിലേക്ക് നമ്മൾ ഡാറ്റ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. മോണിറ്റർ ആണെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ. ഇങ്ങനെ മോണിറ്റർ ആണെങ്കിൽ മൈക്രോ പ്രോസസറിലുള്ള ഒരു ഡാറ്റ നമുക്ക് കാണാൻ പാകത്തിന് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. ഇൻപുട്ട് ഡിവൈസ് എന്ന് ഇതിനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാം. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാം. അപ്പം കോമൺ ആയിട്ട് നമുക്ക് ഈ കീബോർഡ് മോണിറ്റർ എന്നൊക്കെ കണക്ട് ചെയ്യുന്നതിന് പകരം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ കണക്റ്റഡ് ടു മൈക്രോ പ്രോസസർ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയും. അപ്പോൾ ഒരു മൈക്രോ പ്രോസസറിലേക്ക് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് IO എന്നാണ് ഞാൻ എഴുതിയത്. ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ അടുത്തതുള്ളത് നമുക്ക് എന്താണ്? മെമ്മറി. മൈക്രോ പ്രോസസറിന് ചിലപ്പം ഒരു ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട് മെമ്മറിയിലുള്ള ഒരു ഡാറ്റ ആവശ്യമായിട്ടുണ്ടാകും. അപ്പൊ മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസറിലേക്ക് ഡാറ്റ എടുക്കാം. അതുപോലെ തന്നെ മൈക്രോ പ്രോസസർ പ്രോസസ് ചെയ്ത ഒരു ഡാറ്റ നമുക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു ഡിവൈസ് ആണ്. മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസറിലേക്കും നമുക്ക് എടുക്കാം. ഇനി ചില സമയങ്ങളിൽ നമുക്ക് മൈക്രോ പ്രോസസറിനോട് നമുക്ക് പ്രത്യേക ഒരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ടി വരും. ടൈമർ എന്ന് പറയുന്ന ഡിവൈസ്. ഇപ്പൊ നമ്മൾ വാഷിംഗ് മെഷീനാണ് നമ്മളുടെ സിസ്റ്റം എന്ന് വിചാരിക്കുക. ആ വാഷിംഗ് മെഷീനിൽ നമ്മൾ പിന്നെ ക്ലോത്ത് വാഷ് ചെയ്യാൻ ഇടുമ്പോൾ ഇത്ര ടൈം വാഷ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതൊരു പെരിഫറൽ ഡിവൈസ് ആണ്. മൈക്രോ പ്രോസസറിനോട് കണക്ട് ചെയ്യുന്ന വേറെ ഒരു ഡിവൈസ് ആണ് ഈ ടൈമർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മൈക്രോ പ്രോസസറിന് ചിലപ്പം വേറെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിലേക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കാനുണ്ടാകും. ഇപ്പൊ നമ്മളുടെ ഒരു വലിയ ഒരു സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പീപ്പിൾസിന് പോവാനായിട്ട് പറ്റില്ലാത്ത ഒരു വലിയൊരു ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഒരു ഡാറ്റ നമുക്ക് കളക്ട് ചെയ്ത് സെൻസർ ഉപയോഗിച്ച് കളക്ട് ചെയ്തിട്ട് ഈ മൈക്രോ പ്രോസസറിൽ പ്രോസസ് ചെയ്യണം. അപ്പൊ നമുക്ക് വേറെ ഒരു ഡാറ്റ, ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ടി വരും. സീരിയൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ ഡിവൈസസ് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് മൈക്രോ പ്രോസസറിനോട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഈ എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മൈക്രോ പ്രോസസർ ആണ്. അതുകൊണ്ട് മൈക്രോ പ്രോസസറിനെ ഹാർട്ട് ഓഫ് ദ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ബ്രെയിൻ, ബ്രെയിൻ അതാണ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ബ്രെയിൻ ഓഫ് ദ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മൈക്രോ പ്രോസസർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഇതിനകത്ത്. കാരണം എല്ലാ പ്രോസസ്സിങ്ങും ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ വിച്ച് പ്രോസസസ് ഓൾ ഓഫ് ദ ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി ഈ മൈക്രോ പ്രോസസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ സിംഗിൾ ചിപ്പ്. ഒറ്റയൊരു സിംഗിൾ ചിപ്പാണ്. നിങ്ങൾ ചിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മൊബൈലുകളിലോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ് പറയുക. കുറെ പിന്നായിട്ട് ഇങ്ങനെ ഒരു ഡിവൈസ് കാണാം. അപ്പൊ ഇതേപോലെയുള്ള ഒരു ഡിവൈസ് ആണ്. അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ചിപ്പ് എന്നൊക്കെ പറയുക. ഓക്കെ, അപ്പൊ ഇതൊരൊറ്റ ഈ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു IC ആണ്, ഒരു സിംഗിൾ ചിപ്പ് ആണ് present inside the motherboard which is capable of processing data. Okay, അപ്പൊ ഈ ഒരു സിംഗിൾ ചിപ്പ് ആണ് ഈ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നതും എല്ലാ ഡാറ്റാസും പ്രോസസ് ചെയ്യുന്നതും ഈ ഒരു സിംഗിൾ ചിപ്പാണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറ്റ് കൺട്രോൾസ് ഓൾ ദ കമ്പോണൻസ് ഇൻ ദ കമ്പ്യൂട്ടർ ലൈക്ക് മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സം എക്സ്റ്റേണൽ ഡിവൈസസ് എക്സെട്ര. അപ്പൊ ഇതൊക്കെ ടൈമർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ വേറെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ മൈക്രോ പ്രോസസർ ആണ്. ഇറ്റ് എക്സിക്യൂട്ട് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഈ മൈക്രോ പ്രോസസർ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്? മൈക്രോ പ്രോസസറിനോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും മൈക്രോ പ്രോസസറിൽ. ആ പ്രോഗ്രാമിന്റെ ബേസിലാണ് ഈ മൈക്രോ പ്രോസസർ പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് മൈക്രോ പ്രോസസർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അതിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്.
പ്രോഗ്രാം ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഈ മൈക്രോ പ്രോസസ്സർ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് മെമ്മറിയിലാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് മെമ്മറി ഉണ്ടാകും, ഒരു മെമ്മറി. ഇതൊരു പോർഷൻ ഓഫ് ദ മെമ്മറി ആണെന്ന് വിചാരിക്കുക. അപ്പൊ മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ടാകും, ലെറ്റ് ഇറ്റ് ബി, ഇത് ഫസ്റ്റ് ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ലൊക്കേഷൻ, ഇത് ഒരു 10th ലൊക്കേഷൻ, ഇത്രയും ലൊക്കേഷൻസിലാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് വിചാരിക്കുക. ആദ്യം ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? മൈക്രോ പ്രോസസ്സറിനോട് ഈ മെമ്മറി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് മൈക്രോ പ്രോസസ്സർ മെമ്മറി ഇതിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ മൈക്രോ പ്രോസസ്സർ ഈ മെമ്മറിക്ക് ഈ ലൊക്കേഷൻ ഒരു അഡ്രസ് ഉണ്ടാകും. ആ അഡ്രസ്സിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടെ ഒരു രജിസ്റ്റർ ഒക്കെ ഉണ്ടാകും, അത് നമുക്ക് പറയാം. അപ്പൊ ആ അഡ്രസ്സിൽ പോയി ഇവിടെ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അത് ഫെച്ച് ചെയ്യണം, അത് ടേക്ക് ചെയ്യണം. ഫെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ, അഡ്രസ് ലൊക്കേഷനിലുള്ള പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഫെച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോഗ്രാം എക്സിക്യൂഷനിലെ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? ഫെച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ പ്രോസസ്സർ ആദ്യം എന്ത് ചെയ്യും? ഈ ലൊക്കേഷൻ, ഈ അഡ്രസ് ലൊക്കേഷനിലുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ അത് ഫെച്ച് ചെയ്യും. അത് ഫെച്ച് ചെയ്തതിന് ശേഷം മൈക്രോ പ്രോസസ്സർ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടുന്ന് ഫെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻ ഈ മൈക്രോ പ്രോസസ്സറിലേക്ക് എടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഡീകോഡ് ആണ്. ഡീകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നുള്ളത് ഈ മൈക്രോ പ്രോസസ്സർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. മൈക്രോ പ്രോസസ്സറിന് ആകെ ബൈനറി മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, 0ഉം 1ഉം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് 0, 1, 2, 3 അങ്ങനെയായിരിക്കും. അപ്പൊ ചിലപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. ചിലപ്പം ഒരു രജിസ്റ്ററിലുള്ള കണ്ടന്റ് വേറൊരു രജിസ്റ്ററിലേക്ക് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ ഈ ബൈനറി ഫോമിലായിരിക്കും എഴുതിയിരിക്കുക. 0, 1 എന്ന് പറയുന്ന ബൈനറി ഫോമിലായിരിക്കും. അപ്പൊ ആ എഴുതിയിരിക്കുന്ന അതിനെയാണ് നമ്മൾ ഓപ്പ് കോഡ് എന്നൊക്കെ പറയുക. ഓപ്പ് കോഡ്. ആ ഓപ്പ് കോഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡീകോഡ്. അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻസ്ട്രക്ഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. സോ ഫെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്കിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി ബൈ ദ പ്രോസസ്സർ. ഡീകോഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻസ്ട്രക്ഷൻ, അതാണ് ഡീകോഡ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂഷൻ ആണ്. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പിന്നെ ഈ മൈക്രോ പ്രോസസ്സറിന് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഇൻസ്ട്രക്ഷന് ആവശ്യമായിട്ടുള്ള ചില സിഗ്നൽസ് ഒക്കെ ഉണ്ടാകും. ആ സിഗ്നൽസ് ഒക്കെ ഈ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആ ഒരു പ്രോസസ്സ്, ആ സിഗ്നൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂഷൻ ചെയ്യാം. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിൽ 3 കാര്യങ്ങളാണ് നടക്കുക: ഫെച്ചിങ്, ഡീകോഡിങ്, എക്സിക്യൂഷൻ. അപ്പൊ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ 3 കാര്യങ്ങളുണ്ട്. അടുത്ത ഇൻസ്ട്രക്ഷൻ അതേപോലെ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകും. അപ്പം ഈ സ്പീഡായിട്ട് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യും? ഫെച്ച് ചെയ്യും. പിന്നെ അത് ഡീകോഡ് ചെയ്യും. പിന്നെ അത് എക്സിക്യൂഷൻ ചെയ്യും. ഇനി ഈ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് അത് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ അഡ്രസ്സ് ഒന്ന് ഇൻക്രിമെന്റ് ആയിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനിൽ ഇരിക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിൽ ഇരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അതിനെ ഫെച്ച് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഡീകോഡ് ചെയ്യും, പിന്നെ എക്സിക്യൂഷൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതിന്റെ ഈ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച്, പിന്നെ ഡീകോഡ്, എക്സിക്യൂഷൻ. ഇങ്ങനെ ഒരു പൈപ്പ് ലൈനിങ് ആയിട്ടാണ്. ഫോർ ദ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഈ മൈക്രോ പ്രോസസ്സറിൽ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന പ്രത്യേക ഒരു ഫിനോമിനൻ ഉണ്ട്. പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെച്ചിങ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ വൈ ഡീകോഡിങ് ദ കറന്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. അതിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ 3 പ്രോസസ്സ് കൂടിയതാണ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫെച്ചിങ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ
ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ. അതിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു IC ആണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിലുള്ള ഓരോ ബ്ലോക്കുകളും ഓരോ സർക്യൂട്ടുകളും വളരെയധികം കോംപ്ലക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ആ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിലും അതിന്റെ ഉള്ളിൽ വരുന്ന സർക്യൂട്ടറിയും കാര്യങ്ങളും ഒക്കെ വളരെയധികം കോംപ്ലക്സ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും നമ്മളിവിടെ പഠിക്കുന്നത് 8085 മൈക്രോ പ്രോസസറിനെ പറ്റിയിട്ടാണ്. ഇതിന് മുന്നേ തന്നെ മൈക്രോ പ്രോസസർ 8085ന്റെ മുന്നേയും വേറെ മൈക്രോ പ്രോസസർ 4004 എന്ന് പറയുന്ന മൈക്രോ പ്രോസസർ ഒക്കെ ഇന്റൽ എന്ന് പറയുന്ന കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ കോഴ്സുകളിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്രോസസർ 8085 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ഹയർ എൻഡ് ആയിട്ടുള്ള മൈക്രോ പ്രോസസേഴ്സ് നമ്മളുടെ വിവിധ കമ്പനികൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഏതൊക്കെയാണ് ആദ്യത്തെ പ്രോസസ്സർ, ഫസ്റ്റ് ജനറേഷൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൈക്രോ പ്രോസസ്സുകളെ ഇങ്ങനെ ജനറേഷൻ വൈസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ്, സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും 1G, 2G, 3G എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഓരോ ജനറേഷനിലും ഇപ്പൊ അപ്കമിങ് ആയിട്ടുള്ള ജനറേഷൻ ആണ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ഓരോ ജനറേഷനിലും യൂസ് ചെയ്തിരുന്ന ടെക്നോളജി വ്യത്യാസമാണ്, അതുപോലെ തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് 1939 മുതൽ 54 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് നമ്മളുടെ ടെക്നോളജി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടുള്ള മൈക്രോ പ്രോസസർ ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പൊ വാക്വം ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കമ്പ്യൂട്ടർ ENIAC എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ അത്രയൊക്കെയുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. അതിനുശേഷം ഒരു റൂമിൽ കൊള്ളുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറായി. ഇപ്പം നമുക്ക് നമ്മളുടെ കയ്യിലുള്ളിൽ ഒതുങ്ങുന്ന നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഡിവൈസ് അത്രയും ചെറുതായിട്ട് നമ്മളുടെ ആ ഒരു കമ്പ്യൂട്ടർ ജനറേഷൻസ് കൂടുന്തോറും നമ്മളുടെ പ്രോസസറിന്റെ സൈസ് കുറഞ്ഞ് സ്കെയിൽ ഡൗൺ ചെയ്ത് അത് നമ്മുടെ നാനോ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം നമ്മളുടെ ആ ഒരു എന്താ പറയാ VLSI, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, അത് സ്കെയിലിംഗ് ഡൗൺ ചെയ്ത് അത്രയും ചെറിയ ഡിവൈസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യലി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് നിങ്ങൾക്കറിയാം, പണ്ട് വാക്വം ട്യൂബ്സ് വെച്ചിട്ടുള്ള റേഡിയോസ് ഒക്കെ ചിലപ്പം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. അപ്പൊ അത്രയും വലിയൊരു ഡിവൈസ് ആണ് ഈ വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടുള്ള മൈക്രോ പ്രോസസർ, അങ്ങനെ കുറെ നമ്പർ ഓഫ് വാക്വം ട്യൂബ്സ് ചേരുമ്പോഴാണ് നമുക്കൊരു കമ്പ്യൂട്ടർ ആയിട്ട് അത് കിട്ടുക. അപ്പൊ അത് അത്രയും വലിയൊരു ഡിവൈസ് ആയിരിക്കും. ഇനി അതിനുശേഷം വന്ന സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ 1954 നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ ഇൻവെൻഷൻ വന്നു. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാക്വം ട്യൂബ്സിന് പകരം നമുക്ക് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാവുന്നതായി. അപ്പൊ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നമുക്ക് 54 to 59, അത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ ലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ മേക്ക് ചെയ്തപ്പോൾ അതിന്റെ സൈസ് കുറച്ചും കൂടെ കുറഞ്ഞു. ഓക്കെ, ഇനി തേർഡ് ജനറേഷനിലാണ് നമ്മൾ ഈ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് വെച്ചിട്ടുള്ള മൈക്രോ പ്രോസസർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അതായത് ഈ കുറെ നമ്പർ ഓഫ് ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഒരു സിംഗിൾ ചിപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒരു ചിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ മേക്ക് ചെയ്യാനായിട്ട് പറ്റി. അത് 59 to 71 കാലഘട്ടത്തിലാണ്. അതിനുശേഷം 71 to ഇപ്പോഴും നമ്മൾ മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇന്റലിന്റെ 4004 ഇനീഷ്യൽ മൈക്രോ പ്രോസസർ തൊട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്റിയം, i3, i5, i7, i9 പ്രോസസർ വരെ നമുക്ക് ഹയർ എൻഡ് ആയിട്ടുള്ള പ്രോസസറിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഫോർത്ത് ജനറേഷനിലാണ് നമ്മൾ ഈ മൈക്രോ പ്രോസസർ കൊണ്ടുവന്നത്, ഈ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഫിഫ്ത്ത് ജനറേഷനിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിച്ചേക്കാം, പറയാൻ പറ്റില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻസും പ്രോഗ്രാമിംഗ് ബേസ്ഡ് ആയിട്ടാണ് വന്നത്, തിയറി ബേസ്ഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല.
അപ്പൊ ഇവിടെ ഓരോ ജനറേഷനിലും യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അത് ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. ഇനി മൈക്രോ പ്രോസസർ ഈ സ്കെയിലിംഗ് ഫ്രം 4004 ടു Pentium 4, Intel i3, i5, i7 എക്സെട്ര. അപ്പൊ ഏറ്റവും ഇനീഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള മൈക്രോ പ്രോസസർ ആണ് 4004 എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിപ്പോ i7 അതിനെക്കാട്ടും ഹയർ എൻഡ് ആയിട്ടുള്ള പ്രോസസേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെന്തിന്റെ ബേസിലാണ് ഇങ്ങനെ വരുന്നത്? ഈ 4004 എന്ന് പറയുന്ന പ്രോസസർ ആണെങ്കിൽ അതിന് ആകെ 4 ബിറ്റ് ഓഫ് ഡാറ്റയെ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അറ്റ് എ ടൈം. ഒരു ടൈമിൽ 4 ബിറ്റ് ഓഫ് ഡാറ്റയെ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം, ഒരു 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ബൈനറി ഇൻഫർമേഷനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമയം ഇതിന് 4 ബിറ്റ്, അതായത് 1000 എന്ന് പറയുന്നത് ഒരു 4 ബിറ്റ് ഡാറ്റയാണ്. അപ്പൊ ഒരു ടൈമില് ഈ ഇനീഷ്യൽ മൈക്രോ പ്രോസസർ, പെന്റിയത്തിന്റെ ഈ മൈക്രോ പ്രോസസറിന് ആകെ 4 ബിറ്റ് ഡാറ്റയാണ് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുക. എങ്കിൽ ഇന്നത്തെ മൈക്രോ പ്രോസസറിൽ 128, 256 ബിറ്റ് ഡാറ്റ വരെ നമുക്ക് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ടുള്ള മൈക്രോ പ്രോസസേഴ്സ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, മൈക്രോ പ്രോസസർ ഈസ് ഐഡന്റിഫൈഡ് വിത്ത് വേർഡ് സൈസ് ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയുടെ സൈസ് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് മൈക്രോ പ്രോസസറിന്റെ ഈ പേര്. അപ്പൊ 4004 എന്ന് പറയുന്നത് 4 ബിറ്റ് മൈക്രോ പ്രോസസർ ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള 8085 എന്ന് പറയുന്നത് 8 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. അതായത് അതിന് അറ്റ് എ ടൈം 8 ബിറ്റ് ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഓരോ മൈക്രോ പ്രോസസറും അറിയപ്പെടുന്നത് അതിന്റെ പ്രോസസ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യുന്ന ഡാറ്റയുടെ സൈസിനെ അനുസരിച്ചിട്ടാണ് മൈക്രോ പ്രോസസർ അറിയപ്പെടുന്നത്. ഇതിനുശേഷം നമുക്ക് 8086 ഉണ്ട്, അതിന് 16 ബിറ്റ് ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ 80, 286, 186, 386 അങ്ങനെ പോയിട്ട് നമ്മളുടെ ഈ ഇന്റൽ i3, i5, i7ലേക്കൊക്കെ വരുമ്പോൾ 128 ബിറ്റ്, 256 ബിറ്റ് ഡാറ്റയൊക്കെ അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള പ്രോസസേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് മൈക്രോ പ്രോസസർ ഈസ് ഐഡന്റിഫൈഡ് ബൈ ദ വേർഡ് സൈസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിന് ആണ് നമ്മളുടെ സാധാരണ കമ്പ്യൂട്ടേഷൻസ് ചെയ്യുക. എന്ത് കമ്പ്യൂട്ടേഷൻ ആണെങ്കിലും ഈ മൈക്രോ പ്രോസസറിന്റെ ഉള്ളിലുള്ള ALU എന്ന് പറയുന്നത്, അത് നമുക്ക് കമ്പോണൻസ് പറയുമ്പോൾ പറയാം, എന്ന് പറയുന്ന ആ ഒരു സെഷനാണ് ഈ പ്രോസസ്സിങ് ചെയ്യുക. അപ്പൊ ALUവിന് 4 ബിറ്റ് ഡാറ്റ പ്രോസസ് ചെയ്യാൻ പറ്റുമെങ്കിൽ 4004, 8 ബിറ്റ് ഡാറ്റ ആണെങ്കിൽ 8085, അങ്ങനെ. So 4004 is called a 4-bit microprocessor. 8085 is called a 8-bit microprocessor. അങ്ങനെയാണ് നമ്മൾ മൈക്രോ പ്രോസസറിനെ ഐഡന്റിഫൈ ചെയ്ത് പറയുന്നത്.